ഡൽഹിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് 2500 രൂപ നൽകുന്ന മഹിളാ സമൃദ്ധി യോജന തുടക്കം കുറിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ BJP നൽകിയ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ പദ്ധതി. ഈ പദ്ധതിയാണ് ഇന്നത്തോടെ തുടക്കമായിരിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെത്തിയ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളായ വനിതകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തുക. മഹിളാ സമൃദ്ധി യോജനയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത. മഹിൾ സമൃദ്ധി യോജന പ്രകാരം 18നും 60നും ഇടയിൽ പ്രായമുള്ള വാർഷിക കുടുംബ വരുമാനം 3 ലക്ഷം രൂപയെ താഴെയും നികുതി അടയ്ക്കാത്തവരുമായ ഡൽഹിയിലെ താമസിക്കുന്ന സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. സർക്കാർ ജീവനക്കാരല്ലാത്തവരോ മറ്റ് സർക്കാർ പദ്ധതികളിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവരോ ആയ സ്ത്രീകൾക്ക് ഈ പദ്ധതി ബാധകമാകും. ഓൺലൈൻ പോർട്ടലിലൂടെ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടത്താനാവുക. യോഗ്യരായ സ്ത്രീകളെ കണ്ടെത്താൻ എല്ലാ ഫോമുകളുടെയും പരിശോധന നടത്തുന്നതിനായി IT വകുപ്പ് ഈ പോർട്ടലിനൊപ്പം ഒരു പ്രത്യേക സോഫ്റ്റ്വെയറും വികസിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനായി വിവിധ വകുപ്പുകളിൽ നിന്നും സർക്കാർ ഡാറ്റ തേടിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ലാഡ്ലി ബെഹ്റ യോജന, മഹാരാഷ്ട്രയിലെ ലാഡ്കി ബഹിൻ യോജന തുടങ്ങിയ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ നിലവിലുള്ള പദ്ധതികൾക്ക് സമാനമാണ് മഹിളാ സമൃദ്ധി യോജന. എന്തൊക്കെ രേഖകളാണ് ആവശ്യമായി വരിക? ആവശ്യമായ രേഖകളുടെ കൃത്യമായ പട്ടിക പുറത്തു വിട്ടിട്ടില്ലെങ്കിലും സ്കീമിന് കീഴിലുള്ള രജിസ്ട്രേഷന് താഴെ പറയുന്ന രേഖകൾ സഹായകമാകും. ആധാർ, റേഷൻ കാർഡ്, അഡ്രസ് തെളിയുന്ന രേഖ എന്നിവയാണ് അവ.